ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനുമോള് ഭയങ്കര സങ്കടത്തിൽ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്ന് കരഞ്ഞ് നിലവിളിച്ച് വീട്ടിലേക്ക് വന്ന് കയറുക കേട്ടോ. ഗോമതി ഉണ്ടല്ലോ തൊട്ട് പിറകെ. ഇത് കണ്ടും കൊണ്ട് മീനാക്ഷി മിത്രയൊക്കെ ചോദിക്കുകയാണ്, അയ്യോ എന്ത് പറ്റി മോളെ, മോൾക്ക് എന്നാ പറ്റി, നീ എന്തിനാ കരയണേ? അത് അങ്ങനെ ബാലനെ വന്ന് ചോദിക്കുകയാണ്, മോൾ എന്തിനാ കരയണേ എന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബാലനും ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗോമതി വന്ന് പറയുന്നുണ്ട്, ബാലേട്ടാ നമ്മൾ അമ്പലത്തിൽ പോയ വഴിക്ക് നാട്ടുകാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടത്, പാവം അനുമോളെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് വിഷമിപ്പിച്ചു. എന്താ അവർ ചോദിച്ചത്? പറ്റിച്ച് കല്യാണം കഴിച്ചെന്നോ, അവനിവളെ ചതിച്ചെന്നോ, അത് കഴിഞ്ഞ് ബന്ധം വിടർത്താൻ പോകുന്നു, അവനെ ഇപ്പോൾ പോലീസിൽ കേസ് കൊടുത്ത് ജയിലിനകത്താക്കിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തുക. കുറേയൊക്കെ അനുമോളെ പിടിച്ചു നിന്നു. പക്ഷേ പിന്നീട് അവർക്കത് സഹിക്കാനായില്ല. ഇതിനിടയ്ക്ക് ധർമ്മനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവനും അവരെ കുറച്ച് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓടിച്ചു വിട്ടു. അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ആയാൽ എന്ത് ചെയ്യും? അവൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? അതിൻ്റെ വിഷമത്തിൽ അവളിങ്ങനെയെന്ന് വന്ന് കരയാമെന്ന് പറയാം കേട്ടോ. അവസാനം ബാലൻ ചെന്ന് അനുമോളോട് പറയുന്നുണ്ട്, മോളെ വിഷമിക്കില്ലേ, നിനക്ക് അച്ഛനുണ്ട്, ആരെങ്കിലും നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടേ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയല്ല, വേണ്ട കേട്ടാ എന്നൊക്കെ പറയാം. എന്നിട്ട് അച്ഛൻ പറയുന്നത് പോലെ നീ കേൾക്ക്. അച്ഛാ, എനിക്ക് വയ്യ ഇനി വെളിയിലൊന്നും ഇറങ്ങാൻ, ഓരോരുത്തരുടെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ചോദിക്കുന്നത്, എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. അയ്യേ, ഇതിനൊക്കെ തകർന്നു പോയാൽ എങ്ങനെയാണ് മോളെ എന്ന് പറഞ്ഞ് അനുമോളെ ശരിക്കും ഉപദേശിക്കുകയും ശാസിക്കുകയും സ്നേഹത്തോടെ പറയുകയും ചെയ്യട്ടെ. പക്ഷേ അനുമോള് ഇനി അത്രയ്ക്കൊന്നും ഒരു ധൈര്യം ഉണ്ടാവുമെന്ന് നമ്മൾ ബാലിന് തോന്നുന്നില്ല. എന്നിട്ട് അനുമോള് പറയാം, എൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നെ എല്ലായിടും കൊണ്ടുപോവുകയും കറങ്ങുകയും ഒക്കെ ചെയ്തത്. പക്ഷേ എനിക്കത് അന്നേരം കഴിഞ്ഞ് ഇപ്പോൾ ദേ ഒറ്റയ്ക്ക് ഞാൻ ഇനി എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങുക, എനിക്ക് വയ്യ, ഞാൻ ഇനി ഒരിടത്തും പോവില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അനുമോള് സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ബാലന് തോന്നുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ഈ പറഞ്ഞവർക്ക് എതിരായിട്ട് മീനാക്ഷിയും പറയുന്നുണ്ട്, അമ്മേ ആരാന്ന് പറ, ഞാൻ പോയി ചോദിക്കാം, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഗോമതിയും ബാലനും പറയുന്നുണ്ട്, മോളെ നാട്ടുകാർ ഇഷ്ടം പോലെ പേരുണ്ട്, ആരെന്നും പറഞ്ഞ് നമ്മൾ ചോദിക്കും, ഇന്നൊരാൾ നാളെ വേറൊരാൾ, ആരുടെയും വാ അടിക്കാൻ പറ്റില്ല. അതിനെല്ലാം കൂടെ ഉള്ളൊരു മാർഗ്ഗം എൻ്റെ കയ്യിലുണ്ട്. എന്താ വെച്ചാൽ പറഞ്ഞു തന്നില്ല. ബാലനവിടെ പണി തുടങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫോണെടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ലൈവ് പോയി. നമ്മുടെ ആകാശമാണെങ്കിലേ ഫോണിൽ അച്ഛൻ്റെ ലൈവ് കണ്ടിട്ട് ഓടി കോമഡി സ്റ്റോറിലേക്ക് കയറി വരിക. എന്നിട്ട് നമ്മുടെ ദേവിയോട് പറയാം, ദേവി എടുത്ത് ഈ ഫോൺ ഓൺ ചെയ്തേ, ഇത് ആരാന്ന് നോക്കിക്കേ, എന്താടാ ദേ അച്ഛൻ ദേ ലൈവ് പോയിരിക്കുന്നു, ദൈവമേ ഇതെന്തിനാ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും അറിയാട്ടോ. തൊട്ടപ്പുറത്താണെങ്കിൽ ഫോണെടുത്ത് നോക്കുന്ന അച്യുതൻ ആകെപ്പാടെ നാണം കെട്ട് പോയിട്ടുണ്ട്. കാരണം അച്യുതനാണെങ്കിൽ ബാലൻ ഇങ്ങനെ പറയുകയാണ് അതിൽ കൂടെ, അതെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ആണ് ഞാൻ ഈ സംസാരിക്കുന്നത്, ഞാനൊരു കുഞ്ഞിൻ്റെ അച്ഛനാണ്. ഇതേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാരിങ്ങനെ ചോദിക്കുക അങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്ത് അവർ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത് എന്നെപ്പോലുള്ള ഒരുപാട് അച്ഛനമ്മമാർ സ്വന്തം മക്കളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഇത് നിർത്തണം. പോരാഞ്ഞിട്ട് എൻ്റെ മോളെ ഇനി മേലിൽ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അതിന് നടപടി എടുത്തിരിക്കുന്നതായിരിക്കും എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ എന്നിട്ട് ലൈവിലല്ലേ, അപ്പോൾ നാട്ടുകാർ മുഴുവനും കാണുന്നുണ്ടല്ലോ ഇതെല്ലാം. ഇത് എല്ലാ പെൺകുട്ടികൾക്കും അച്ഛനമ്മമാർക്കും ഒക്കെ ഒരു പാഠമായിക്കോട്ടെ. പക്ഷേ ഇനിയും എൻ്റെ മോളെ വേദനിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ വന്ന് കാലിൽ മുട്ട് തല്ലി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് ലൈവ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ അച്യുതൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ടോ. അച്യുതനാണെങ്കിലേ അവിടെ ഇരുന്നുകൊണ്ട് ഫോണിനെടുത്ത് പൊട്ടിക്കണോ എന്തൊക്കെയോ ദേഷ്യം വരിക. എന്നിട്ടാണെങ്കിൽ രാജശ്രീയോട് പറയുകയും ചെയ്യുന്നു, നോക്ക് കണ്ടോ എന്തൊക്കെയാണ് കാണിച്ച് വെക്കുന്നതെന്ന്, അവൻ എൻ്റെ മോളെ ജയിലിലാക്കിയതും പോരാ ഇപ്പം മോക്ക് വേണ്ടി വാദിക്കുന്നു. അപ്പോൾ ധർമ്മം വന്ന് പറയാണ്, അതെ ഞാനും ഇതിൽ ഉണ്ടായിരുന്നു, കാരണം അനുമോളെ മോശമായിട്ടൊക്കെ ഓരോരുത്തർ പറയുകയാണ്, അതുകൊണ്ട് ബാലേട്ടൻ അളിയൻ ചെയ്തത് വളരെ ശരിയുള്ള കാര്യം തന്നെയാണ്, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞാണെങ്കിൽ വാർത്താ ചാനലിലൊക്കെ അങ്ങോട്ട് വരുക കേട്ടോ. ഒരു മകൾക്ക് വേണ്ടി ഒരു അച്ഛൻ്റെ ഭയങ്കര നല്ല ധൈര്യപൂർവ്വമായിട്ട് മുന്നോട്ട് വന്ന് അച്ഛൻ സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആയിട്ട് വാർത്താ ചാനലുകളെല്ലാം ബാലിനെ വേണ്ടി അഭിനന്ദന പ്രവാഹങ്ങളാട്ടോ. അതും കൂടെ കാണുമ്പോൾ അച്യുതൻ തകർന്നു പോയി. ഞങ്ങളെ ദ്രോഹിച്ചിട്ട് അവനിപ്പം നല്ലവനായി നടക്കുന്നു നാട്ടുകാരെ മുന്നിൽ. ഇനി നമുക്ക് എന്തെങ്കിലും പറയാനോ എടുക്കാനോ പറ്റുമോ? എല്ലാവരും ഇപ്പോൾ അവൻ്റെ സൈഡായില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരാകെ ടെൻഷനാട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രാമേട്ടൻ പറയാം, കണ്ടോ എന്തായാലും നമ്മുടെ ബാലൻ ഇത് ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ദേവിയും പറയുന്നുണ്ട്, അതെ ഇതൊക്കെ നമ്മുടെ അനുമോളുടെ ഭാഗ്യം തന്നെയാണ്, അനുമോള് ഭാഗ്യമുള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ട് ഇത്രയും സ്നേഹമുള്ളൊരു അച്ഛനെ കിട്ടിയത്. പക്ഷേ ബാലന് ഇതൊക്കെ എങ്ങനെ അറിയാം? ബാലന് സോഷ്യൽ മീഡിയ ലൈവ് പോകാനും ഒക്കെ അറിയോ? അവിടെ ചിലപ്പോൾ മീനാക്ഷിയോ മിത്രയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇതുപോലെ ഒരു അച്ഛനെ കിട്ടിയത് ഭാഗ്യമല്ലേ എല്ലാ പെൺകുട്ടികൾക്കും. എനിക്കും ആ വീട്ടിൽ വന്ന് കയറാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്നെപ്പോലുള്ള ഒരാൾക്ക് വരാൻ പറ്റിയൊരു വീട് പോലും അല്ല എന്നിങ്ങനെ ദേവി പറയാം.
അപ്പോഴാണ് രാമേട്ടൻ പറയുക, അതെന്താ മോളെ, കോടീശ്വരനായ ഉദയഭാനു എന്ന് പറഞ്ഞ സാറിൻ്റെ മകളല്ലേ നിനക്ക്, നീ നിന്നെപ്പോലൊരു മരുമകളെ കിട്ടാൻ വേണ്ടി അവരല്ലേ പുണ്യം ചെയ്യേണ്ടതെന്ന് പറയാം കേട്ടോ. അപ്പോൾ ദേവി മനസ്സിലാലോചിക്കുക, ഈശ്വര ഇവരെല്ലാവരും ഇങ്ങനെയാണല്ലോ ചിന്തിച്ചിരിക്കുന്നത്, ഇങ്ങനെ പോയാൽ ഞാൻ ആരാണെന്നുള്ള സത്യം ഇന്നല്ല നാളെ ആയാലും അറിയും, അന്നേരം എന്താവും ഈശ്വര അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ അവർ നമ്മുടെ ദേവി സങ്കടപ്പെടുവാണ് കേട്ടോ. വീട്ടിൽ മീനാക്ഷിയും ഇത്രയ്ക്കും അത്ഭുതങ്ങൾ, എന്നാലും അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അച്ഛൻ ഇത് എങ്ങനെ സാധിക്കണം, അല്ലെങ്കിൽ തന്നെ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ പുതിയ പിള്ളേരെ പോലെ അച്ഛനും എല്ലാം അപ്ഡേറ്റഡ് ആണല്ലോ, സോഷ്യൽ മീഡിയയിൽ ലൈവ് പോകാനും ഒക്കെ ഇത്രയ്ക്ക് ധൈര്യത്തിൽ വന്നില്ലേ, അത് അനുമോൾക്ക് വലിയൊരു കാര്യമല്ലേ. അങ്ങനെ അനുമോൾക്ക് ഭയങ്കര ധൈര്യമായി കേട്ടോ, അത്രയ്ക്ക് ധൈര്യം നമ്മുടെ പാലം കൊടുക്കുകയാണല്ലോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ പണ്ടേ ഇങ്ങനെ ആയിരുന്നോ? അതെ. അപ്പോൾ ഗോമതി പറയാം, അച്ഛൻ ഇങ്ങനെ തന്നെയാണ് പണ്ടേ, എല്ലാത്തിലും നല്ല ശ്രദ്ധയും കാര്യവും ഒക്കെ ഉണ്ട്. പോരാഞ്ഞിട്ട് പണ്ട് ആനന്ദിന് സുഖമില്ലാതിരുന്ന സമയത്ത് എത്രയോ കിലോമീറ്റർ വണ്ടിയിലിരുത്തി തോളിലിരുത്തി നടന്നു കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ സഹിച്ച് ആണ് അച്ഛൻ, അത്രയ്ക്ക് നല്ലൊരു അച്ഛനാണെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അതൊക്കെ ഭയങ്കരമായിട്ട് ഇവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗോമതി എന്നെ മീനാക്ഷി പറയുന്നുണ്ട് ഗോമതിയോട്, എന്തായാലും അമ്മയ്ക്ക് ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് ഭാഗ്യം തന്നെയാണ്, ഞങ്ങൾക്കും നമ്മുടെ ഭർത്താക്കന്മാരെ കിട്ടിയതും നമുക്കും ഭാഗ്യം തന്നെയാണ് കേട്ടോ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്